ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ചിക്ക് വെച്ചിട്ടൊരു പുഡിങ് ഉണ്ടാക്കാം. നമ്മൾ ഇന്നലെ കാസർഗോഡ് പോയിട്ട് നമുക്ക് കുറച്ച് ചിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പച്ച ഉണ്ടായത്, അതിൽ നിന്നൊരു 5-6 ഇന്ന് പോത്തിന്. അങ്ങനെ പോത്തിട്ടാകുമ്പോൾ വിചാരിച്ച് പിന്നെ ഇന്നൊരു പുഡിങ് ആക്കാം. ഇന്ന് നോക്കുമ്പോൾ എല്ലാം പാലുണ്ട്, ചൈന ഗ്രാസ് ഉണ്ട്, എല്ലാം കൈക്ക് കിട്ടുമ്പോൾ പിന്നെ ഉണ്ടാക്കാണ്ട് എന്താക്കുന്ന. അങ്ങനെ ചിക്കു ഇതാ മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ മോളോട് പറഞ്ഞ് പാലെടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് ഫ്രിഡ്ജിൽ നിന്ന്. അങ്ങനെ പാലെടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ച് അപ്പോഴത്തേക്ക് മോള് എന്നോട് വയ്ക്കുന്നത് ഇതെന്തുമ്പോൾ ഫ്രിഡ്ജിൻ്റെ മോള് കുത്തമ്മീനാറ് അയക്കുന്നു. ഞാനെല്ലോ ഇറക്കിയിട്ട് തായ വെക്ക്. അപ്പോൾ ഇതെന്തുമ്പോൾ ചോന്നിട്ട് വയ്ക്കുന്നു. ഞാനത് കുറച്ച് മുന്തിരി ഞാൻ ജ്യൂസ് അടിച്ചിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ട് അതിനെ തുടച്ചിട്ട് നല്ല ഞാൻ എന്താക്കുന്നു മിക്സിയിലിതാ ഈ ചിക്കുവിൻ്റെ മിക്സി നമുക്ക് നല്ല പാങ്ങല ഫ്രഷാക്കിയിട്ട് എടുക്കാം. ആദ്യം ഒരു ക്രഷായിട്ടാകുമ്പോൾ കുറച്ച് തരിപ്പായിട്ടുണ്ട്. അപ്പോൾ തരിപ്പായിട്ടൊന്നൊരു ചിക്കൻ്റെ ജ്യൂസിൻ്റെ കുറച്ചും കൂടി അരച്ചിട്ട് നല്ല പിന്നെ നൈസായിട്ട് അരച്ചിട്ടെടുത്ത് അപ്പോഴത്തേക്ക് സ്പൂൺ ഇട്ടിട്ട് നോക്കുമ്പോൾ അല്ലേ ഞാൻ കഥ അറിയുന്നത്. ഇത്രയെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ട് ഒരു ചിക്കുവിൻ്റെ കൂര് അതിൽ വീണു. അതാണ് കറുത്തിട്ട് കാണുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് പോട്ട് ചിക്കുവിൻ്റെ കുരുവല്ല വിഷമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെടുക്കാനൊന്നും നിന്നില്ല. അതിൻ്റെ അടുക്ക് ഞാൻ ഈ പാത്രത്തിലാണ് നമ്മൾ പുഡിങ് തയ്യാറാക്കാൻ പോകുന്നത്. അങ്ങനെ ഞാനിതാ പാല് പൊട്ടിച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെക്കണ്ടേ. അങ്ങനെ പാലെല്ലാം ഒരു പാക്കറ്റ് പാല് ഫുൾ വെച്ച് മോളെ അതിൻ്റെ അടുക്ക് ടി വിയും കാണുന്നു. അപ്പുറം പായിന്ന് ഇപ്പുറം പായിന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കണ്ട. അപ്പോൾ തന്നെ അടുക്കളക്ക് ഒത്തി. അങ്ങനെ ഞാനെങ്കിൽ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് അതിൽ വെച്ച്. പിന്നെ മധുരത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതിൽ മധുരം ഇട്ടെങ്കിൽ നമുക്ക് ഓവറായിട്ട് തോന്നണം. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ തണുപ്പായിട്ട് കഴിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് എത്ര മധുരം ഇട്ടെങ്കിൽ അത് കുറവായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് നല്ലോണം മധുരം മുമ്പിൽ നിൽക്കണം, അത്ര മധുരം ഇടണം. അങ്ങനെ മധുരം ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മധുരം എല്ലാം റെഡിയാക്കിയിട്ട് തിളക്കാൻ വെക്കുക. അതിൻ്റെ അടുത്ത് ഞാൻ എന്താക്കിന് ചൈന ഗ്രാസ് വെള്ളത്തിലിട്ടച്ചിന്. നേരത്തെ ഇട്ടച്ചതാണ് ചൈന ഗ്രാസ് വെള്ളത്തിൽ. ജ്യൂസല്ലേ അതിങ്ങനെ കുതിർന്നിട്ട് അതിൻ്റെ അടുക്ക് എൻ്റെ മോള് വന്നിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാം അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അതാ പാലെല്ലാം തിളക്കാനും വേണ്ടിയിട്ട് റെഡിയായി. തിളക്കാൻ തുടങ്ങുമ്പോൾ ഞാനെന്താക്കി അതിൻ്റെ അടുക്ക് ഒരു കോള് വന്നു. ഞാനെന്താക്കി കോള് കട്ടാക്കി. ഫുള്ളായിട്ടായിട്ട് കോൾ എടുക്കാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുക്ക് ഞാൻ ചൈന ഗ്രാസ് മെൽട്ടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറം അങ്ങനെ പാലിങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ രണ്ടും ഒരേ സമയത്തിന് സെറ്റാവട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ പാല് ചിക്കുവെല്ലാം ഇട്ടിട്ട് സെറ്റാകുമ്പോഴത്തേക്ക് അവിടെ ചൈന ഗ്രാസ് മെൽട്ടാണ്. അങ്ങനെ ഞാൻ എന്താ അതിൽ നിന്ന് മിക്സീൻ്റെ ജാറിന്ന് നമ്മളെ ചിക്കുവിൻ്റെ അരച്ചെടുത്ത കൂട്ടെല്ലാം ഞാൻ എടുത്തിട്ട് അതിൻ്റെ അടുക്ക് ഒരു പണിയുണ്ട്. എന്താ ഞാൻ കപ്പ വേവിക്കുന്നുള്ളത്. അത് ചായക്ക് വൈകുന്നേരം അതും ഇരിക്കട്ടെ എന്നിട്ട് അതിൻ്റെ അടുക്ക് കപ്പ വേവിക്കുന്ന പണി നടക്കുന്നുണ്ട്. കപ്പൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പേ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ കപ്പ നല്ല ഉടച്ചിട്ടുള്ള റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയിൽ പിന്നെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കപ്പേൻ്റെ പണി നടന്നുകൊണ്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ പാല് തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ പാല് തിളച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ ചിക്കൻ്റെ മിക്സ് എല്ലാം ഇട്ട് അതിൻ്റെ അടുക്ക് കോള് പിന്നെയും വന്ന് നോക്കുമ്പോൾ അത് മോളെന്തോ ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ട് കൊറിയറിൻ്റെത് മോള് ഞാൻ ഇപ്പോൾ വരണ്ട നാളെ വരാൻ പറയുമ്പോൾ ഇവിടെ കരയുന്നുണ്ട്. അതാണ് സൗണ്ട് കേൾക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് ഉണ്ട്. എക്സ്ട്രാ എഫക്റ്റ് കൊടുത്തെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ഞാനിതാ ചിക്കുവിൻ്റെ മിക്സെല്ലാം അതിൽ പാലിലേക്ക് ഇട്ട് അങ്ങനെ എല്ലാം അതിൽ ചിക്കു അരച്ചതെല്ലാം അതിൽ മിക്സാക്കിയിട്ട് തിളക്കുമ്പോൾ നമുക്ക് നമ്മളെ ചൈന ഗ്രാസ് എന്തായി നോക്കണം, മെൽട്ടായിനാണെന്നെല്ലാം നോക്കണം. അതിൻ്റെ അടുക്ക് പോയിട്ട്
കണ്ട അതാ അതിൽ മുകളിലെല്ലാം കാണുന്നത് എന്നറിയോ, ചിക്കുൻ്റെ കുരു മിക്സിയിലിട്ടിട്ടാകുമ്പോൾ അതിരിക്കട്ടെ. ഞമ്മ പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്തെല്ലാം ഇടുന്നതല്ല, അപ്പം അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡും കൂടി ആഡാക്കാം. മിൽക്ക് മേഡ് ഓപ്ഷന്, പിന്നെ വേണം നിർബന്ധമില്ല. ഞാൻ വെറുതെ ഉള്ളതുകൊണ്ട് ഇട്ടെന്ന് മാത്രം. ഇട്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ ഇട്ടില്ല അങ്ങ് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ആഡാക്കിയാൽ മതി. മോള് പറയുന്നുണ്ട് ബേക്കുന്ന മതിമോ കുറച്ച് ഇരിക്കട്ടോ. ഇതാ മോള് കാണിക്കുന്ന എല്ലാം തീർത്തില്ലേ, ഇന്നൊന്ന് കുറച്ച് ബാക്കിയുണ്ട്, അത് കിട്ടുമോന്ന് അറിയില്ല. എന്നിട്ട് നോക്കുന്നു. എൻ്റെ ചെറുതുണ്ടല്ലോ അത് കരിഞ്ഞോണ്ടുണ്ട്. അതിന് പനി നല്ല, അതിൻ്റെ മുഖലൊക്കെ പനി കഴിയുന്നില്ല. അങ്ങനെ ഓളെ അവൾക്കൊരു പണിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അതിനെ കരിയിക്കുന്ന. അതിനെന്തെങ്കിലും തൊണ്ടിക്കോണ്ടും മതിക്കോണ്ടും ഉണ്ടാവും. നല്ലതാ. ചൈന ഗ്രാസ് എല്ലാം നല്ല തിളച്ച് ഞാൻ എന്തൊക്കെയെല്ലാം മിക്സ് ആക്കി ട്രെയിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഓളപ്പുറം പോയിട്ടാകുമ്പോൾ ഞാൻ ഗ്യാപ്പിൽ ഈ പണിയെല്ലാം എടുത്തിടാം. വീഡിയോ എടുത്തിട്ട് എനിക്ക് പിന്നെ മടിയായി വിളിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കപ്പക്ക് തേങ്ങ ഇടാനുണ്ടായിന്, പിന്നെ അതിലേക്ക് കടു പൊട്ടിച്ചിട്ട് കലം വരാനുണ്ടായിന്. ആ പണിയെല്ലാം ഉണ്ടായിന്. പുഡിങ് അപ്പത്തെ ഗ്യാസിൽ വെച്ചിട്ട് ഞാൻ വിചാരിച്ച് കടു പൊട്ടിക്കുമ്പോൾ നല്ല പുഡിങ്ങിലേക്ക് തെറിക്കണം. അതിന് ഞാൻ എന്തൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് കടുകലം വരാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട്. പിന്നെ കപ്പേൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിനല്ലോ, ഒന്ന് ചെയ്തിട്ടുണ്ടായിന്. അതിൽ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൽ ചെറുതായിട്ടൊന്ന് ആഡാക്കിയെന്ന് മാത്രം, കുറച്ച് സൈഡല്ലോ. എന്താ പറഞ്ഞെങ്കിൽ പുഡിങ്ങിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന പണിയായതുകൊണ്ട് ഇതിലേക്ക് തന്നെ ആഡാക്കി കുറച്ച്. അങ്ങനെ നമ്മളെ കപ്പയും റെഡിയായി. അങ്ങനെ എനിക്കിതാ കട്ടൻ ചായ വെക്കാനുള്ള വെള്ളം റെഡിയാക്കിയിട്ട് വെച്ച് കപ്പയും റെഡിയായി, എല്ലാം റെഡിയായി. പുഡിങ്ങും കപ്പയും അതിൻ്റെ ഇടയ്ക്ക് മോള് പിന്നെ വാങ്ങിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമ കണ്ടിട്ട് അതിനെ തേച്ചാക്കാണ്ട് ഒക്കെ ഇരുന്നില്ല. അതപ്പോഴത്തേക്ക് ഓള് മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഒരു ബ്ലാക്ക് അടിച്ചിട്ട് കാണുന്നതാ. നമ്മളെ കപ്പയും കട്ടൻ ചായയും റെഡി. അതിൻ്റെ ഇടയ്ക്ക് പുഡിങ്ങും സെറ്റ് എല്ലാം ഓക്കെ. അപ്പോൾ അസ്സലാമു അലൈക്കും.